പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാസർഗോഡ് ജില്ലയിലെ ഒരു സഹോദരിയുടെ പ്രയാസം പങ്കുവെക്കാനാണ് ഈ സന്ദർഭത്തിൽ ഈ വീഡിയോയുമായി ഷെൽട്ടർ ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഓരോ സന്ദർഭത്തിലും ഷെൽട്ടർ ഇന്ത്യ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാനും അതിലേക്ക് കഴിവിൻ്റെ പരമാവധി നൽകാനും പാവങ്ങളെ സഹായിക്കാനുമൊക്കെ ഷെൽട്ടറിൻ്റെ ഓരോ പ്രവർത്തകരും അനുഭാവികളും ഓരോ സന്ദർഭത്തിലും സഹായിച്ചിട്ടുണ്ട്, അവരാൽ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, കാസർഗോഡ് ജില്ലയിലെ ഒരു സഹോദരൻ തൻ്റെ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് രാവിലെ ചായ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹം അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. വീട്ടിൽ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവരിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരൻ്റെ വീട്ടിലാണ്. സഹോദരൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വലിയ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിയല്ല, മറിച്ച് അവർ ഒരു ഹോട്ടലിൽ തൊഴിലാളി മാത്രമാണ്. സ്വാഭാവികമായിട്ടും അവർ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് ആ സഹോദരൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, ഭർത്താവിൻ്റെ നാട്ടുകാർ, അവർ ഒരു സഹായ സമിതി രൂപീകരിക്കുകയും അതുവഴി 6 സെൻറ്റ് സ്ഥലം അവർ ഇവരുടെ പേരിൽ വാങ്ങുകയും അതിൽ വീട് പണി ആരംഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ച ഒരു പണത്തിൻ്റെ കുറവ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പിന്നിലുള്ള ഈ ഒരു വീട്, ആ വീടിൻ്റെ അവസ്ഥയിൽ അത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമായി എന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 2 മക്കൾ അവർക്കുണ്ട്. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ചെറിയ ഒരു ആൺകുട്ടിയും അവർക്കുണ്ട്. എങ്ങോട്ട് പോകണം, എന്തുണ്ട് ഇനി ബാക്കി എന്ന് ചോദിക്കുമ്പോൾ ഒരു വീടെങ്കിലും സ്വന്തമായി ഉണ്ടെന്ന് പറയാൻ കഴിയുക അത്തരം വിധവകളായി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊരു ദിവസം പെട്ടെന്ന് യാത്രയായാൽ എൻ്റെ വീട്ടിൽ ഉള്ള എൻ്റെ പ്രിയപ്പെട്ടവളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നിറയുന്ന ആധിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു നല്ല അവസരമാണ്. ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ലക്ഷം രൂപയാണ്. അത് ഈ ഒരു വീഡിയോ കാണുന്നത് മുതൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ഒരു കുടുംബത്തിന് സ്വന്തം വീട്ടിലേക്ക് സമാധാനത്തോടുകൂടെ താമസിക്കാൻ കഴിയുമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും നിയ്യത്ത് അതെപ്പോഴും നല്ല നിയ്യത്താണ്. നന്മയ്ക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ചേർന്നു നിന്നിട്ടുണ്ട്. അതിന് തുടർച്ചയുണ്ടാകണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകം, വിധവകൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ അവന് പുണ്യമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ വേദനയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. ഇത് കേൾക്കുന്നവർ ഒരിക്കലും തന്നെ അത് അലസമായി പോകരുത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ നൽകുക. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്ത് എല്ലാവരുടെയും സഹായങ്ങൾ ലഭ്യമാക്കാനുള്ളൊരു ഇടപെടൽ കൂടെ നന്മയിൽ നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാൻ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.